അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനസിക നില പരിഗണിക്കാതെ വി.ഡി. സതീശൻ സർക്കാർ ഒന്നാം പാദ വാർഷിക പരീക്ഷ നടക്കാനിരിക്കെയാണ് അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് വിന്യസിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് KSTA തീരുമാനം. ഇന്നലെയാണ് 2027 സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ആരംഭിച്ചത്. അധ്യാപകരെയാണ് ഈ ഡ്യൂട്ടിയിലേക്ക് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പാദവാർഷിക പരീക്ഷ അടക്കം നടക്കാനിരിക്കുന്ന സമയത്ത് അധ്യാപകരെ ചുമതല ഏൽപ്പിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അധ്യാപകർക്ക് പകരം ദിവസവേതനത്തിൽ മറ്റു ജീവനക്കാരെ ചുമതലയിൽ വിന്യസിപ്പിക്കണമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആവശ്യം. സർക്കാരിന്റെ നയത്തിനെതിരെ ശക്തമായ സമരം നടത്താനാണ് അധ്യാപകരുടെ തീരുമാനമെന്ന് KSTA ജനറൽ സെക്രട്ടറി TKA ഷാഫി പറഞ്ഞു. സെപ്റ്റംബർ 12-ന് പാദവാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്കൂളുകളിലെ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്ന ജൂലൈ മാസത്തിൽ അധ്യാപകർ സ്കൂളിലില്ലാത്തത്. ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വളരെ ദോഷകരമായി ബാധിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയെ അവതാളത്തിലാക്കി സ്വകാര്യ മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ, അതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ടോ എന്നുള്ള കാര്യമാണ് സംഘടന സംശയിക്കുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസ പ്രവർത്തകരെയും പൊതുവിദ്യാഭ്യാസ പ്രേമികളെയും അണിനിരത്തിക്കൊണ്ട് KSTA ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരും. അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സെൻസസ് ഡ്യൂട്ടിയുടെ അവധികൾ പുനഃക്രമീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഓർഡർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഉത്തരവാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ പുറത്തിറക്കിയതെന്നും വിമർശനമുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ തന്നെ മറ്റൊരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവ് പ്രകാരം 20 ദിവസം സെൻസസ് ചുമതലയുള്ള അധ്യാപകർ പകുതി ദിവസമോ അല്ലെങ്കിൽ 10 ദിവസത്തെ മുഴുവൻ ദിവസമോ ഡ്യൂട്ടിയായി പരിഗണിക്കാവുന്നതാണ്. പല വിദ്യാലയങ്ങളിലും 90% അധ്യാപകരെയും ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനസികാവസ്ഥ പരിഗണിക്കാതെയാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.